കുറച്ച് ചൂടൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ചെമ്മീൻ അച്ചാറിടാൻ പറ്റിയ ഏറ്റവും നല്ല ചെമ്മീനാട്ടെ ഈ ചൂടൻ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ. ഈ പാത്രം ഇങ്ങനെ കറക്കുമ്പോഴേക്കും അത് വൃത്തിയായിട്ട് വരുമൊന്നുമില്ല കേട്ടോ. ഞാനൊരു 1.5 മണിക്കൂർ എടുത്തതൊന്ന് വൃത്തിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഉണ്ടല്ലോ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടേ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്മിയിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കണം. ഇനി കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാക്കിയിട്ടേ നമ്മുടെ ഈ ചെമ്മീനൊക്കെ കുറേശ്ശെ ഇട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കണം. ഇത് പൊരിക്കുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ കുറച്ച് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇട്ടിട്ടുണ്ട് എന്തായാലും. ഇതുണ്ടല്ലോ നല്ല ക്രിസ്പി ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അച്ചാർ വേഗം കേടായിപ്പോൾ. ഇനി അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുകുല് വിട്ട് പൊട്ടിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പോളം മുഴുവനേപ്പാടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അതൊന്നും അങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്തെ കറിവേപ്പിലും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഉണ്ടല്ലോ ചതച്ച് വെച്ചിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയായിട്ടാണ് ചേർത്ത് കൊടുത്തത്. നമ്മളുടെ ഈ ഒരു അച്ചാറിലൊക്കെ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചേർക്കുമ്പോഴാണ് ആ ഒരു ചെമ്മീൻ അച്ചാറിൻ്റെ ഒക്കെ ആ ഒരു ഗ്രേവിക്കാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവണത്. ഇനി ഉണ്ടല്ലോ ഇത് അവിടെ കിടന്ന് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് മുളക് പൊടിയും കായത്തിൻ്റെ പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അത് ഈ കാണുന്ന പോലെ പേസ്റ്റ്